ഇറാനെതിരെ അതികഠിനമായ നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ്. ഇന്ന് രാത്രി ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകൾ ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ്, ഒരു താക്കീതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും യുദ്ധം ഭീതിതമായ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇറാനെ മുച്ചൂടും നശിപ്പിക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇറാന്റെ എണ്ണ സമ്പുഷ്ടീകരണ കേന്ദ്രവും എണ്ണ സംസ്കരണശാലകളും ഒക്കെ അടങ്ങുന്ന ഖാർഗ് ദ്വീപ് ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രങ്ങളും പിടിച്ചെടുക്കും. അവിടെയുള്ള വാതക വിനിമയ സിസ്റ്റം മുഴുവൻ, ആ മേഖല മുഴുവൻ കൈപ്പിടിയിലൊതുക്കും. നിരവധി ഇടങ്ങളിൽ ആക്രമണം നടത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കും എന്ന ഭീഷണി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുഴക്കുന്നത്. ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ ഇസ്രായേലിന് പങ്കില്ല എന്ന കാര്യം കൂടി ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് അമേരിക്കയുടെ മാത്രം നടപടിയാണ്. കുവൈറ്റിലെയും ബഹ്റിനിലെയും 18ഓളം US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായി തിരിച്ചടി നൽകിയതിന് മറുപടിയായിട്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള തിരിച്ചടിക്ക് മറ്റൊരു തിരിച്ചടി ആയിട്ടാണ് ട്രംപ് ഈ ഒരു നീക്കത്തിന് ഒരുങ്ങുന്നത്. ജോർദനിലെ അസ്രഖ് US വ്യോമതാവളത്തിന് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായി. നിരവധി മിസൈലുകൾ വർഷിച്ചു. തങ്ങളുടെ സൈനികർക്കും വാണിജ്യ കപ്പലുകൾക്കും ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ താവളങ്ങൾ ലക്ഷ്യമിട്ട് വൻ ആക്രമണം ഇതിനു മുൻപും നടത്തിയതായി US സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ഇന്ന് തുടർച്ചയായ 2ാം ദിവസമാണ് ഇരു രാജ്യങ്ങളും പരസ്പരം വ്യോമാക്രമണം നടത്തുന്നത്. ഇറാന്റെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, ടെലികോം സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ എന്നിവ തങ്ങൾ തകർത്തതായിട്ടും US പ്രസിഡന്റ് അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാറിന് വലിയ ഭീഷണിയാണ് ഈ നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ. ഇറാനെ മുച്ചൂടും തകർത്തെറിയും എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് ട്രംപ് ഈ രീതിയിൽ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെയധികം ബുദ്ധിമുട്ട് പ്രദേശവാസികൾക്കും അങ്ങനെ ഇറാൻ മേഖലയിൽ താമസിക്കുന്നവർക്കും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഖാർഗ് ദ്വീപ് ഉൾപ്പെടെയുള്ളവയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കും. മറ്റ് എണ്ണ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കും. അവരുടെ എണ്ണ വാതക വിപണികളുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കും എന്നുള്ള കാര്യവും ഇപ്പോൾ ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. വലിയ ഒരു യുദ്ധത്തിനുള്ള, അല്ലെങ്കിൽ യുദ്ധസന്നാഹങ്ങൾക്കുള്ള തുടക്കമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. അതിശക്തമായി ആക്രമിക്കും, കഠിനമായി ആക്രമിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെയധികം ഭയത്തോടു കൂടിയാണ് ഇറാൻ നിവാസികൾ ഈ ഒരു പ്രസ്താവനയെ നോക്കിക്കാണുന്നത്. ഇറാനുമായി നേരിട്ടുള്ള യുദ്ധമാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഇതിൽ പങ്കൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. സൈനിക നടപടികളെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും നടത്തി. ഇസ്രായേൽ ഇത്തരത്തിൽ പല നീക്കങ്ങളും നടത്തുന്ന ആ ഒരവസരത്തിൽ അത് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടു. അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഇറാനെ തകർത്തെറിയും എന്ന് പറഞ്ഞുകൊണ്ട്, ഇറാന്റെ ഖാർഗ് ദ്വീപടക്കം പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ മേൽ സമ്പൂർണ്ണാധിപത്യം അമേരിക്ക സ്ഥാപിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇപ്പോൾ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ആക്രമണവും മറ്റ് വിവരങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും.